നമ്മൾ നോക്കാൻ പോകുന്ന എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിലെ മൊഡ്യൂൾ 4 ആണ്. ഓക്കെ, 6 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിൽ. തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് എയർ പൊല്യൂഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എയർ പൊല്യൂഷനിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്? ഡിസ്ക്രൈബ് ദ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ എൻവയോൺമെൻറ്റ് 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ വെജിറ്റേഷൻ ആൻഡ് ആനിമൽസ് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ഹ്യൂമൻസ്, പ്ലാന്റ്സ്, ആനിമൽസ്, മെറ്റീരിയൽസ് 14 മാർക്കിന് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ എയർ പൊല്യൂഷൻസ് ആൻഡ് ദെയർ എഫക്ട്സ് ഓൺ ലൈഫ് ഫോംസ് 14 മാർക്കിന്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഒറ്റൊരു ക്വസ്റ്റ്യൻ ആക്കാം അല്ലേ. എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ഹ്യൂമൻസ്, പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മെറ്റീരിയൽസ്. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ഹ്യൂമൻ ഹെൽത്ത്? ഹ്യൂമൻ ഹെൽത്തിൽ റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ടാകും. എന്തൊക്കെ? ആസ്മ, ബ്രോങ്കൈറ്റിസ്, ലങ് ഇറിറ്റേഷൻ ഡ്യൂ ടു SO2, NOx ആൻഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ. ഓക്കെ, പിന്നെ ഇറ്റ് കോസസ് ഹാർട്ട് പ്രോബ്ലംസ് ലൈക്ക് ഫൈൻ പാർട്ടിക്കിൾസ് ലൈക്ക് പാർട്ടിക്കുലേറ്റ് മാറ്റർ, ഇൻക്രീസസ് ഹാർട്ട് അറ്റാക്സ് ആൻഡ് സ്ട്രോങ് റിസ്ക്. അതെ, നമ്മൾ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഉണ്ടല്ലോ, പാർട്ടിക്കുലേറ്റ് മാറ്റർ നമ്മളെ ബ്ലഡ് സ്ട്രീമിലെല്ലാം കയറും, നമ്മളെ ലങ്ങിൽ കോസ് ചെയ്ത് ലങ്ങിൽ കയറിയിട്ട് ആസ്മ, ബ്രോങ്കൈറ്റിസ് എല്ലാം കയറും. പോരാത്തതിന് തന്നെ പാർട്ടിക്കുലേറ്റ് മാറ്റർ നമ്മളെ ബ്ലഡ് സ്ട്രീമിൽ കയറിയിട്ട് ബ്ലഡിൻ്റെ അവിടെ ക്ലോട്ടിംഗ് ഒക്കെ വരും. ഇതെല്ലാം കൂടി അക്യുമുലേറ്റ് ചെയ്യും. പാർട്ടിക്കുലേറ്റ് മാറ്റർ അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെ അത് കാരണം നമ്മളെ ബ്ലഡ് ഡിഫൻസ് മെക്കാനിസമായിട്ട് ബ്ലഡ് അവിടെ ക്ലോട്ട് ചെയ്യും. എന്നിട്ട് ഈ ബ്ലഡ് വെസൽസിൽ ക്ലോട്ട് ചെയ്തുകൊണ്ട് തന്നെ ബ്ലഡ് ഫ്ലോ നടക്കത്തില്ല. ബ്ലഡ് ഫ്ലോ നടക്കാതെ വാട്ട് ഹാപ്പൻസ്? ഹാർട്ട് അങ്ങ് നിലച്ചു പോലെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്കും ബ്രെയിനിനും അത് ബാധിക്കും. സ്ട്രോക്ക് റിസ്ക്കും ഉണ്ടാവും. ഐ ആൻഡ് സ്കിൻ ഇറിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ? ഓസോണും അമോണിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, അമോണിയക്കും ഇറിറ്റേഷൻ ഉള്ള കാര്യം നമ്മൾ ബാക്കി മൊഡ്യൂളിലും ഡിസ്കസ് ചെയ്തതാണ്. ഓസോൺ ആൻഡ് അമോണിയ ക്യാൻ കോസ് ബേണിംഗ് ആൻഡ് റെഡ്നെസ്. റെഡ്യൂസ്ഡ് ഇമ്മ്യൂണിറ്റി, ലോങ് ടേം എക്സ്പോഷർ വീക്കൻസ് ദ ഇമ്മ്യൂൺ ഫങ്ഷൻസ് അല്ലേ. നമ്മൾ ഡൽഹിയിലെല്ലാം പോയ നല്ല എയർ പൊല്യൂഷനാണ്. അപ്പം എന്താ സംഭവിക്കുക? നമ്മുടെ we breathe in the air which is polluted, that leads to weakened immune system. Cancer risk, benzene, formaldehyde, asbestos എല്ലാം കാർസിനോജൻസ്. അത് നമ്മൾ പറഞ്ഞില്ലേ, ആസ്ബസ്റ്റോസ് എന്ന് പറഞ്ഞാൽ മീസോത്തീലിയോമ എന്ന ലങ് ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ള. ഓക്കെ, അടുത്ത നമ്മളെ എഫക്ട്സ് ഓൺ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിൽ എന്തൊക്കെ? ലീഫ് ഇഞ്ചറി. ഓസോൺ എന്ന് പറയുമ്പോൾ enters the leaves and it forms toxic oxidants, damages the leaf cells and causes mottling, സ്പോട്ട്സ് ആൻഡ് ഡെഡ് പാച്ചസ് അല്ലേ. ഓസോൺ നേരെ നമ്മളെ ലീഫിൻ്റെ സ്റ്റൊമാറ്റോ വഴി കൂടെ കയറും. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുക? പിന്നെ ലീഫ് സെൽസിലും കയറിയിട്ട് ഇറ്റ് ഡാമേജസ് ഈച്ച് ലീഫ് സെൽസ്. ലീഫ് സെൽസ് ആണ് ഫോട്ടോസിന്തസിസിന് കാരണം. അപ്പോൾ ഇത് ഡാമേജ് ചെയ്താൽ ഫുഡ് പ്രൊഡക്ഷനും കുറഞ്ഞു പോകില്ലേ. പിന്നെ പോരാത്തതിന് ലീഫ് സെല്ല് ഡാമേജ് ചെയ്യുമ്പോൾ മോട്ട്ലിംഗ്, സ്പോട്ടിംഗ് ആൻഡ് നെക്രോസിസ് ടേക്ക് പ്ലേസ്. മോട്ട്ലിംഗ് എന്ന് വെച്ചാൽ എന്താ? യെല്ലോ ആൻഡ് വൈറ്റ് പാച്ചസ് നമ്മൾ ചില ഇലയെല്ലാം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ കാണണമെങ്കിൽ അതിന് സ്പോട്ടിംഗ് എന്ന് പറയും, സ്മോൾ ഡാർക്ക് സ്പോട്ട്സ്. പിന്നെ ഡെഡ് ബ്രൗൺ ഏരിയാസ് നിങ്ങൾ ആ ലീഫിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡ്യൂ ടു നെക്രോസിസ്. പിന്നെ റെഡ്യൂസ്ഡ് ഫോട്ടോസിന്തസിസ്. ഞാൻ പറഞ്ഞേ, ഡസ്റ്റ് നേരെ നമ്മളെ സ്റ്റൊമാറ്റോയിലോട്ട് കയറും. സ്റ്റൊമാറ്റോ നമുക്ക് ബ്രീത്തിങ് മെക്കാനിസം പോലെ ലീഫിൻ്റെ ബ്രീത്തിങ് മെക്കാനിസം അല്ല, ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് സ്റ്റൊമാറ്റോയിൽ കൂടെയാണ്. നമുക്കറിയാം പ്ലാന്റ്സ് ഗീവ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, അല്ല ടേക്ക് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഗീവ് ഔട്ട് ഓക്സിജൻ. നേരെ മറിച്ച് തിരിച്ചാണ്. അപ്പം വെൻ ഡസ്റ്റ് ബ്ലോക്സ് സ്റ്റൊമാറ്റ, നമുക്ക് ഓക്സിജൻ അല്ല കാർബൺ ഡൈ ഓക്സൈഡ് ടേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാർബൺ ഡൈ ഓക്സൈഡും സൺലൈറ്റും ഉണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ. അപ്പം ഫോട്ടോസിന്തസിസ് നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസിന്തസിസ് കുറവാണെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു ലെസ് ഫുഡ് പ്രൊഡക്ഷൻ. പിന്നെ സ്ലോ ഗ്രോത്ത്. സൾഫർ ഡയോക്സൈഡ് SO2 ആണ്. And NOx damages the chlorophyll. Chlorophyll is what causes absorption of sunlight. No absorption of sunlight, no photosynthesis. Crop yield reduction. നമുക്കറിയാലോ ഇതൊക്കെ. സെൻസിറ്റീവ് ക്രോപ്സ് ലൈക്ക് വീറ്റ്, പാഡി ആൻഡ് വെജിറ്റബിൾസ് ആർ അഫക്റ്റഡ് വെരി മച്ച് ബൈ ദിസ് കൈൻഡ് ഓഫ് എയർ പൊല്യൂഷൻ. ആസിഡ് റെയിൻ ഡാമേജ് അല്ലേ. ആസിഡിക് പാർട്ടിക്കിൾ ബേൺസ് ലീഫ് സർഫേസ് ആൻഡ് സോയിൽ ന്യൂട്രിയൻസ് വാഷസ് അവേ. സോയിലുള്ള ന്യൂട്രിയൻസ് വാഷ് ചെയ്താൽ നമ്മൾ പ്ലാന്റ്സിന് സോയിൽ നിന്ന് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി വാട്ട് ആർ ദ എഫക്ട്സ് ഓൺ അനിമൽസ്? ബയോ അക്യുമുലേഷൻ എന്ന് പറയുന്നത് എന്താ? ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളൊരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസം, ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഇങ്ങനെ ഡസ്റ്റും പാർട്ടിക്കിൾസും ഗ്യാസസും എല്ലാം അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വാട്ട് ഡസ് ദാറ്റ് ലീഡ്സ് ടു, ഈ അക്യുമുലേറ്റ് ചെയ്ത സാധനം നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുമ്പം we also get it അല്ലേ. അപ്പോൾ ടോക്സിക് മെറ്റീരിയൽസ് ലൈക്ക് ലെഡ്,
മെർക്കുറി. ഇവിടെ നമ്മൾ മെർക്കുറിയിലെ മറ്റേ മിനിമാറ്റ ഡിസീസ് പഠിച്ചതല്ലേ, മിനിമാറ്റ ജപ്പാനിൽ സംഭവിച്ച മിനിമാറ്റ ഡിസീസിൽ എന്താ സംഭവിച്ചത്? മെർക്കുറിയുടെ അംശം കൂടി. അപ്പോൾ ഫിഷ് എല്ലാം വാട്ടർ ബോഡീസിലാണ് മെർക്കുറിയുടെ അംശം കൂടിയത്. അപ്പോൾ ഫിഷുകളെല്ലാം കൂടി ആ മെർക്കുറി തിന്നിട്ട് ആ ഫിഷിനെ നമ്മൾ തിന്നപ്പോൾ മെർക്കുറി ടോക്സിസിറ്റി നമുക്കും വന്നു. പിന്നെ റെസ്പിറേറ്ററി ഡിസ്ട്രെസ്, സിമിലർ ലങ് പ്രോബ്ലംസ് സച്ച് ആസ് ഹ്യൂമൻസ്. പിന്നെ വാട്ടർ കണ്ടാമിനേഷൻസ് എന്തൊക്കെയാണ്? അനിമൽസ് ഡ്രിങ്കിങ് പൊല്യൂട്ടഡ് വാട്ടർ ഡെവലപ്പ് ഓർഗൻ ഡാമേജ് അല്ലേ. പിന്നെ ഫുഡ് ചെയിൻ പോയ്സണിങ്. ടോക്സിക് എയർ എന്ന് പറയുമ്പോൾ സെറ്റിൽസ് ഓൺ ദ ഗ്രാസ്. ഈ ഗ്രാസ് ഈസ് ഈറ്റൻ ബൈ ഹൂം? കാറ്റിൽ. ഈ കാറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റിലിനെ അല്ലെങ്കിൽ എൻഡേഴ്സ് ഇൻ ടു ദ മിൽക്ക് വിച്ച് ദ കാറ്റിൽ പ്രൊഡ്യൂസേഴ്സ്. ആ മിൽക്ക് നമ്മൾ കുടിക്കുമ്പോൾ നമുക്കും കിട്ടും. അതിനാണ് ഈ ഫുഡ് ചെയിൻ പോയ്സണിങ്. മൊത്തം ഫുഡ് ചെയിൻ ഇപ്പോൾ പോയ്സൺഡാണ്. അതായത് ഗ്രാസിൽ നിന്ന് കാറ്റിൽ നമ്മൾ മനുഷ്യർക്ക്. സ്കിൻ ആൻഡ് ഐ പ്രോബ്ലംസ് കോസ് ചെയ്യും. ഇറിറ്റേഷൻ ഫ്രം അമോണിയ ആൻഡ് ഓസോൺ നമ്മൾ പറഞ്ഞാലേ. ഇനി വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിങ്സ്? അപ്പം SO2 ഇപ്പോൾ എവിടെ ഇത് കണ്ടാലും SO2 ആണെന്ന് ഓർക്കണേ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. SO2 പ്ലസ് മോയ്സ്ചർ ഫോം സൾഫ്യൂരിക് ആസിഡ് കൊറോഡ്സ് മെറ്റൽ. നമ്മൾ താജ്മഹലെല്ലാം കണ്ടാൽ താജ്മഹലിലെ മാർബിളെല്ലാം കൊറോഡ് ചെയ്യുന്ന ആസിഡ് റെയിൻ കാരണമാണ്. ആസിഡ് ഇതുപോലെ സൾഫർ ഡയോക്സൈഡ് എല്ലാം അതിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സൾഫർ ഡയോക്സൈഡ് വിച്ച് കോസസ് സൾഫ്യൂരിക് ആസിഡ്. ആ ആസിഡ് ആണ് ആസിഡ് റെയിനിന് വരുമ്പോൾ കൂടെ ഉണ്ടാകുന്നത്. ആ ആസിഡ് റെയിൻ കൊറോഡ്സ് മെറ്റൽ. അപ്പം സൾഫർ ഡയോക്സൈഡ് ഈസ് എ മെയിൻ agent which causes air pollution. Paint and fabric damage. Ozone cracks the rubber fabrics and paints. Monument deterioration. നമ്മൾ പറഞ്ഞു ആസിഡ് റെയിൻ ഡിസോൾവ്സ് മാർബിൾ. എക്സാമ്പിൾ താജ്മഹൽ. സോയിലിംഗ് എന്ന് പറയുമ്പോൾ സൂട്ട് സ്മോക്ക് ഡെപ്പോസിറ്റ് ഓൺ വോൾ. നമ്മൾ ഈ കരിഞ്ഞ ഭാഗമെല്ലാം കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഈ അടുപ്പ് വെക്കുന്ന സ്ഥലത്തോ പുകയ്ക്കുന്ന സ്ഥലത്തല്ല. ദിസ് ഇസ് ഡ്യൂ ടു സോയിലിംഗ്. സൂട്ട് സ്മോക്ക് ഡെപ്പോസിറ്റ് ആണ്. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഫെയിലിയർ. ഡസ്റ്റ് കോസസ് ഓവർ ഹീറ്റിംഗ് ആൻഡ് ഇൻസുലേഷൻ ഡാമേജ്. ഇനി മേജർ ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടൻസ് എന്തൊക്കെയാണ്? ഓക്കെ, ആ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആക്കി നമ്മൾ എടുത്താണ് കേട്ടോ. അപ്പം ഏതൊരു ക്വസ്റ്റ്യൻ എഴുതാലും 7 മാർക്കിന് ചോദിച്ചാൽ എഴുതാനുള്ളതുണ്ട്. അപ്പോൾ SO2 എവിടെ നിന്നൊക്കെ വരുന്നത്? ഫ്രം ബേണിംഗ് ഓഫ് കോൾ. ഓക്കെ, ബേണിംഗ് ഓഫ് കോൾ ഇറ്റ്സ് എഫക്ട്സ് ആസിഡ് റെയിൻ. താജ്മഹൽ നമ്മൾ പറഞ്ഞില്ലേ. പിന്നെ SO2 ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നു. NOx എന്ന് പറയുമ്പോൾ NO2 ആവാം NO3 ആവാം കേട്ടോ, ഓർത്ത് വെച്ചോ. അതുകൊണ്ടാണ് NOx എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. NOx മെയിൻലി ഫ്രം വെഹിക്കിൾസ് ആണ്. അറിയാം, വെഹിക്കിളിൻ്റെ എമിഷൻസിൽ NOx ഒക്കെ ഉണ്ടാവും. കാർബൺ മോണോക്സൈഡും ഉണ്ടാവും, NOx ഉണ്ടാവും. ഹൈഡ്രോ കാർബൺസ്, NOx, പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്, ഇതൊക്കെ വെഹിക്കിളിൻ്റെ എമിഷൻസിൽ ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ദിസ് ഈസ് എമിറ്റഡ് ഫ്രം വെഹിക്കിൾസ് ആസ് വെൽ ആസ് പവർ പ്ലാന്റ്. ഇറ്റ് കോസസ് സ്മോഗ്, ലങ് ഇറിറ്റേഷൻ എക്സെട്ര. കാർബൺ മോണോക്സൈഡ് ഒരു ഇമ്പോർട്ടൻറ്റ് പൊല്യൂട്ടൻ്റ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് കോസ് ഡ്യൂ ടു ഇൻകംപ്ലീറ്റ് കമ്പഷൻ. യെസ്, നമ്മളെ വെഹിക്കിളിൽ നമ്മളെ എഞ്ചിനിൽ നടക്കുന്നത് എന്താണ്? കമ്പഷൻ നടന്നിട്ടാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എഞ്ചിൻ്റെ സിലിണ്ടറിൽ എന്താ കമ്പഷൻ നടക്കുന്നത്? ഈ കമ്പഷൻ ഇവിടെ നമുക്ക് കുറേ എയർ ഉണ്ട്. ആ എയറും ഫ്യൂലും കൂടി മിക്സ് ചെയ്തിട്ട് പൊട്ടിത്തെറിച്ചിട്ടാണ് കമ്പഷൻ നടക്കുന്നത്. ഈ എയറിൻ്റെ അകത്ത് എന്താ ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് കമ്പഷൻ അഥവാ ബേണിംഗ് നടക്കുമ്പം ആ ബേണിംഗ് കഴിഞ്ഞതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ആവില്ല. പകരം കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡിലോട്ട് മാറും. ഈ കാർബൺ മോണോക്സൈഡ് ഈസ് വെരി ഡേഞ്ചറസ് ബിക്കോസ് ഇറ്റ് റെഡ്യൂസസ് ദ ഓക്സിജൻ ഇൻ ബ്ലഡ്. കാർബൺ മോണോക്സൈഡ് നമ്മ ബോഡി കയറിയിട്ട് ഓക്സിജൻ ട്രാൻസ്ഫറും കുറയ്ക്കുകയും ചെയ്യും, ദസ് റെഡ്യൂസിങ് ദ ഓക്സിജൻ ഇൻ ബ്ലഡ്. പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെറിയ മാറ്റർ ഉണ്ട്. PM2.5 അറിയാം, PM10 അറിയാം. മോസ്റ്റ് കോമൺ പാർട്ടിക്കുലേറ്റ് മാറ്റർ സൈസസ് ആണ് കേട്ടോ അത്. ഓക്കെ, ഇറ്റ് ഈസ് സീൻ ഇൻ കൺസ്ട്രക്ഷൻ ഏരിയാസ്, റോഡ് എക്സെട്ര. പാർട്ടിക്കുലേറ്റ് മാറ്റർ നമ്മളെ ബോഡി കയറിയ ആസ്മ, ലങ് ക്യാൻസർ ഒക്കെ ഉണ്ടാക്കും. കാരണം ലങ് ഇറിറ്റേഷനും ലങ് ക്യാൻസറൊക്കെ മിക്കയിടത്തും എഴുതാൻ പറ്റുന്നത്. ഇനി ഓസോൺ ഈസ് അതിൻ്റെ സോഴ്സ് എന്താണ്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്നാണ് ഓസോൺ സംഭവിക്കുന്നത് അല്ലേ. ഓസോൺ എങ്ങനെ നമുക്ക് വരുന്നതെന്ന് ചിന്തിച്ചോക്കെ. അതായത് ഓക്സിജൻ മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ 2 ഓക്സിജൻ മോളിക്യൂൾസും കൂടിയും ഒരുമിച്ച് വന്നിട്ട് UV റേഡിയേഷൻ സ്പ്ലിറ്റ് ആക്കും ഒരു ഓക്സിജൻ മോളിക്യൂളിനെ. ഏതെങ്കിലും ഒരു ഓക്സിജൻ മോളിക്യൂളിനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് O+O ഓക്സിജൻ ആറ്റംസ് ആയിട്ട് മാറും. ഈ ഒരു ഇതിലേതെങ്കിലും ഒരു വേറൊരു ഓക്സിജൻ മോളിക്യൂളിനെ കൂടി ചേർന്നിട്ട് ഓസോൺ മോളിക്യൂൾ കിട്ടും. ഓക്കെ, അതാണ് അപ്പോൾ അതിൻ്റെ സെല്ല് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ കാരണമാണ് ഇത് ഒക്കെ അറിയുന്നത്. ആ റിയാക്ഷനാണ് ഞാൻ ഇപ്പോൾ എഴുതി കാണിച്ചത്. എഫക്ട്സ് ഓഫ് ഓസോൺ എന്ന് പറഞ്ഞാൽ ഐ ഇറിറ്റേഷൻ, പ്ലാന്റ് ഡാമേജ് എക്സെട്ര. ഇനി ഓസോൺ ലെയർ ഡിപ്ലീഷനും ഓസോൺ മാറി കേട്ടോ. ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുമ്പോൾ ഓസോൺ ലെയർ ആവശ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ് ടു ബ്ലോക്ക് ദ UV റേസ്. പക്ഷേ ഓസോൺ എന്ന ഗ്യാസ് ഈസ് എ മേജർ എയർ പൊല്യൂട്ടൻറ്റ്.
ലെഡ് എന്ന് പറയുമ്പോൾ സീൻ ഇൻ ബാറ്ററീസ്, സ്മെൽറ്റിംഗ് ഏരിയാസിൽ ലെഡ് സീനാണ്. ഈ സ്മെൽറ്റിംഗ് ഏരിയാസ് എന്ന് പറയുമ്പോൾ നമ്മളെ മെറ്റൽസിൽ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഹീറ്റിംഗ് എന്നാണ് സ്മെൽറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നെർവ് ഡാമേജ് ആണ് ഇതിൻ്റെ എഫക്റ്റ്, ലെഡിൻ്റെ എഫക്റ്റ്. ഹൈഡ്രോകാർബൺസ് പറഞ്ഞാൽ ഹൈഡ്രജൻ കാർബണുള്ള കോമ്പൗണ്ട്സ്. ഇറ്റ് ഈസ് ഓൾസോ ഫ്രം വെഹിക്കിൾ. ഞാൻ പറഞ്ഞില്ല, വെഹിക്കിൾ എമിഷന് ഹൈഡ്രോകാർബൺസും NOx കാർബൺ മോണോക്സൈഡും എല്ലാം കോമൺ ആണ്. എഫക്ട്സ്, ഇറ്റ് ഈസ് കാർസിനോജനിക് അല്ലേ, ഇറ്റ് കോസസ് ക്യാൻസർ. ഇനി അതിന് 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റൻ എന്താ, വാട്ട് ഇസ് എയർ പൊല്യൂഷൻ? എയർ പൊല്യൂഷൻ ഇസ് ദ പ്രസൻസ് ഓഫ് ഹാർംഫുൾ സബ്സ്റ്റൻസസ് ഇൻ ദ എയർ, ഹാർംഫുൾ ഗ്യാസസ്, നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ. It is caused by vehicle emissions, industries and burning waste. Pollutants include sulfur dioxide, NOx, particulate matters. It causes health problems and it leads to environmental damage. അല്ലേ, എങ്ങനെയാണ് പ്ലാന്റ്സിനെ എല്ലാം എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലേ, ക്രോപ്പ് ഈൽഡ് കുറയ്ക്കുന്നതും പ്ലാന്റ്സിനെ എഫക്റ്റ് ചെയ്യുന്നതല്ല. ടൈപ്സ് ഓഫ് എയർ പൊല്യൂട്ടൻസ് എന്തൊക്കെയാണ്? പാർട്ടിക്കുലേറ്റ് മാറ്റർ, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഓസോൺസ് ആൻഡ് ഹൈഡ്രോകാർബൺസ്. ഇതിൻ്റെ 7 മാർക്കിന് ചോദിച്ചാൽ നമ്മൾ ആ ടേബിൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, പ്രൈമറി എയർ പൊല്യൂട്ടൻസ്, കാർബൺ മോണോക്സൈഡ്, sulfur dioxide, NOx, particulate matters and hydrocarbons. ഇവന്മാരാണ് പ്രൈമറി ആയിട്ട് എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ എന്തൊക്കെയാണ്? വെഹിക്കിൾ എമിഷൻസിൽ നിന്ന് വരും, ഇൻഡസ്ട്രീസിൽ നിന്ന് വരും, അഗ്രികൾച്ചറൽ റൺ ഓഫിൽ നിന്ന് നമുക്ക് ഫോസ്ഫറസ് നൈട്രജൻ എല്ലാം വരും, പിന്നെ പെസ്റ്റിസൈഡ്സിൽ നിന്നും ഗ്യാസസ് ഉണ്ട്. ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, കൺസ്ട്രക്ഷൻ ഡസ്റ്റ് എന്ന് നമുക്കറിയാമല്ലോ, ആസ്ബസ്റ്റോസ്, സിലിക്ക പാർട്ടിക്കിൾസ്, ആസ്ബസ്റ്റോസ് പാർട്ടിക്കിൾ, അതെല്ലാം മിനറൽ ഡസ്റ്റ്, കൺസ്ട്രക്ഷൻ ഡസ്റ്റ് എന്നെല്ലാം വരുന്നതാണ്. അത് എയറിലോട്ട്, അറ്റ്മോസ്ഫിയറിലോട്ട് പറ്റി നിന്നാൽ ഇറ്റ് കോസസ് എയർ പൊല്യൂഷൻ അല്ലേ, എയറിൻ്റെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യും. എയറിൻ്റെ ക്വാളിറ്റീനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഉണ്ട്, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ പൊല്യൂഷൻ ആൻഡ് വാട്ടർ പൊല്യൂട്ടൻസിനെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. എയർ പൊല്യൂഷൻ കഴിഞ്ഞു. വാട്ട് ഈസ് വാട്ടർ പൊല്യൂഷൻ? ഡിസ്ക്രൈബ് ഇറ്റ് സോഴ്സസ്, ആസ് ഫോർ 14 മാർക്സ്. റൈറ്റ് എ നോട്ട് ഓൺ സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, ആസ് ഫോർ 7 മാർക്സ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ പൊല്യൂട്ടൻസ്, ആസ് ഫോർ 7 മാർക്സ്. വാട്ട് ഈസ് വാട്ടർ പൊല്യൂഷൻ? ആസ് ഫോർ 3 മാർക്സ് again, and effects of water pollution on environment, ആസ് ഫോർ 3 മാർക്സ്. അപ്പോൾ ഇതിനെ എല്ലാം കൂടി ചേർത്തിട്ട് വാട്ട് ഈസ് വാട്ടർ പൊല്യൂഷൻ, എക്സ്പ്ലെയിൻ ഇറ്റ് സോഴ്സസ്, ഓക്കെ, ആൻഡ് ടൈപ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. വാട്ടർ പൊല്യൂഷൻ ഇസ് ദ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബോഡീസ് സച്ച് ആസ് rivers, lakes, groundwater and oceans by harmful substances that degrade water quality and make it unsafe for human, animals as well as environmental use. What are the sources of water pollution? എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷൻ വരുന്നത്? എവിടെ നിന്നാണ് വാട്ടർ പൊല്യൂഷൻ എമർജ് ചെയ്യുന്നത്? ആദ്യം നാച്ചുറൽ സോഴ്സസ് ഉണ്ട്, ഡാമേജ് ഹ്യൂമൻ മെയ്ഡ് സോഴ്സസ്, മാൻ മെയ്ഡ് സോഴ്സസ് ഉണ്ട്. ഓക്കെ, നാച്ചുറൽ സോഴ്സസിനെ തന്നെ നമുക്ക് 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാം, നാച്ചുറൽ സോഴ്സസ് ആൻഡ് മാൻ മെയ്ഡ് സോഴ്സസ്. നാച്ചുറൽ സോഴ്സസിൽ സോയിൽ ഇറോഷൻ എന്ന് പറയുമ്പോൾ എന്താ, സെഡിമെൻറ്റ്സ് ഫ്രം ദ സോയിൽ അല്ലെങ്കിൽ സോയിലിലെ സെഡിമെൻറ്റ്സ് എൻറ്റേഴ്സ് ഇൻ ടു ദ റിവർ, ഇൻക്രീസിങ് ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചെളിവെള്ളം അല്ലേ, അതായത് എത്രത്തോളം, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ മച്ച് ഡേർട്ട് ഇസ് പ്രസൻറ്റ് ഇൻ ദ വാട്ടർ. അപ്പം ചെളിവെള്ളമാണെങ്കിൽ ടർബിഡിറ്റി കൂടുതലായിരിക്കും. ക്ലീൻ വാട്ടർ വിച്ച് ഇസ് സേഫ് ഫോർ ഡ്രിങ്കിങ് ആണ് ടർബിഡിറ്റി കുറവായിരിക്കും. വോൾക്കാനിക് ഇറോഷൻ എല്ലാം വരുമ്പോൾ നമുക്ക് ആഷസും കെമിക്കൽസും ദിസ് മിക്സ് വിത്ത് ദ ഗ്രൗണ്ട് വാട്ടർ നിയർ ദം അല്ലേ. ഹ്യൂമൻ മെയ്ഡ് സോഴ്സസ് എന്തൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, നമ്മളാണ് കുറേ ഉണ്ടാക്കിയത് കണ്ട. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്തൊക്കെയാണ്? കെമിക്കൽസ്, ഹെവി മെറ്റൽസ്, ആസിഡ്സ് വിച്ച് ഇസ് റിലീസ്ഡ് ഇൻ ടു ദ വാട്ടർ. പിന്നെ സിവേജ് ആൻഡ് ഡൊമസ്റ്റിക് വേസ്റ്റ്, അതിൽ നമ്മൾ സോപ്പ്, ഡിറ്റർജൻറ്റ്, പാത്തജൻസ് എല്ലാം ഹൗസ് ഹോൾഡിൽ നിന്ന് വരുന്നതാണ്. അഗ്രികൾച്ചറൽ റൺ ഓഫ് എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് നമ്മൾ പറഞ്ഞില്ലേ, അതെല്ലാം റൺ ഓഫ് ടു ദ വാട്ടർ ബോഡീസ്. ഹെർബിസൈഡ്സ് എൻ്ററിങ് ദ സ്ട്രീംസ് ഓഫ് വാട്ടർ ബോഡീസ്, സ്ട്രീംസ് ഓർ വാട്ടർ ബോഡീസ്. ഓയിൽ സ്പിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേര് കേട്ടതാണ് ഓയിൽ സ്പിൽ. ഈ അടുത്തല്ല കുറേ ഓയിൽ സ്പിൽസ് നമുക്ക് അറിയാവുന്നുണ്ട്, എല്ലാം നടന്നത്. പെട്രോളിയം സ്പിൽസ് ഇൻ ഓഷ്യൻസ് ഹാം അക്വാറ്റിക് ലൈഫ്. തെർമൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, തെർമൽ എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്. അപ്പം ഹോട്ട് വാട്ടറും കോസസ് വാട്ടർ പൊല്യൂഷൻ. എങ്ങനെ ഞാൻ പറഞ്ഞാൽ, ഹോട്ട് വാട്ടർ ഫ്രം ഇൻഡസ്ട്രീസ് റെഡ്യൂസസ് ദ ഓക്സിജൻ ഇൻ വാട്ടർ അല്ലേ. അപ്പം ഇൻഡസ്ട്രീസിന് ഹോട്ട് വാട്ടർ റിലീസ് ഇൻ ടു ദ വാട്ടർ ബോഡി. അപ്പം നമ്മൾ വിചാരിക്കും ഹോട്ട് വാട്ടർ ഇല്ലല്ലോ, പിന്നെ എന്താ പ്രശ്നം? ഹോട്ട് വാട്ടർ ക്യാൻ ഓൺലി അബ്സോർബ് സോ ലിറ്റിൽ എമൗണ്ട് ഓഫ് എയർ ഇൻ ദം അല്ലെങ്കിൽ ഓക്സിജൻ ഇൻ ദം. അപ്പം കുറേ ഹോട്ട് വാട്ടർ വന്നാൽ എന്താ സംഭവിക്കുക? ആ ഹോട്ട് വാട്ടറിൽ നിന്നും ഡിസോൾവ്ഡ് ഓക്സിജൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ ആർക്കാണ് വേണ്ടത്? അക്വാട്ടിക് ലൈഫിന് ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ലീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അക്വാട്ടിക് ലൈഫിന് ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ലീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വെൻ യു ബ്രിങ് ഇൻ ഓർ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് സ്റ്റോറേജ് ഓഫ് dissolved oxygen and thus it affects aquatic life because they can't breathe, right? Okay,
Hot water from industries reduces oxygen in water. Plastic waste, bottle bags, microplastics entering the rivers and oceans. ഇതൊക്കെ നമുക്കറിയുന്നതിന് മൈനിങ് ആക്ടിവിറ്റീസിന് ആസിഡ് മൈൻ ഡ്രെയിനേജ് കണ്ടാമിനേറ്റിംഗ് വാട്ടർ അതൊന്നുമില്ല. അതായത് റെയിൻ വാട്ടർ ഉണ്ടല്ലോ, റെയിൻ വാട്ടർ മൈൻസിലുള്ള ഡസ്റ്റും പാർട്ടിക്കിൾസും മിനറൽ ഡസ്റ്റും ആയിട്ടെല്ലാം കമ്പൈൻ ചെയ്യും. അപ്പം ഇപ്പം തന്നെ നമുക്കൊരു പൊല്യൂട്ടഡ് വാട്ടറായി. ഈ പൊല്യൂട്ടഡ് വാട്ടർ നേരെ നമ്മൾ വാട്ടർ ബോഡിയിൽ കയറുമ്പോൾ ഇറ്റ് കണ്ടാമിനേറ്റ്സ് ദ വാട്ടർ ബോഡീസ്. അർബൻ റൺ ഓഫ് എന്ന് പറഞ്ഞാൽ അർബൻ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാകുന്നത് അല്ലേ. റെയിൻ വാഷസ് ദ കെമിക്കൽസ് ഓയിൽസ് ഗാർബേജ് ഇൻ ടു ദ ഡ്രെയിൻസ് അല്ലേ. ഇതെല്ലാം അർബൻ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാകുന്നതാണ് ഇൻ ടു ദ ഡ്രെയിൻസ്. ഈ ഡ്രെയിൻസ് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? വാട്ടർ സ്ട്രീംസിലോട്ടാണ് പോകുന്നത്. ടൈപ്സ് ഓഫ് വാട്ടർ പൊല്യൂട്ടൻസ് വീണ്ടും 7 മാർക്കിന് ചോദിച്ചാലുള്ള ടേബിളാണ്. ഫിസിക്കൽ പൊല്യൂട്ടൻ്റ് ഉണ്ട്, കെമിക്കൽ പൊല്യൂട്ടൻ്റ് ഉണ്ട്, ബയോളജിക്കൽ പൊല്യൂട്ടൻ്റ് ഉണ്ട്, പിന്നെ ഓർഗാനിക് പൊല്യൂട്ടൻസ് ഉണ്ട്, ന്യൂട്രിയൻസ്, തെർമൽ ആൻഡ് റേഡിയോ ആക്റ്റീവ്. ഫിസിക്കൽ പൊല്യൂട്ടൻസ് സോയിൽ, സിൽട്ട്, പ്ലാസ്റ്റിക് അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്ന പൊല്യൂട്ടൻസ് ആണ് ഇതൊക്കെ. സോയിൽ ഇൻക്രീസസ് ടർബിഡിറ്റി, ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ. പ്ലാസ്റ്റിക്കും സിൽട്ടും എല്ലാം വന്നാൽ പ്ലാസ്റ്റിക് എന്താ സംഭവിക്കുന്നത്? പ്ലാസ്റ്റിക് ഒന്നെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി, വാട്ടറിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. രണ്ടാമത്തെ പറഞ്ഞാൽ സൺലൈറ്റ് കിട്ടാൻ പറ്റില്ല, കാരണം പ്ലാസ്റ്റിക് മൊത്തത്തിൽ നിരത്തി വെച്ചേക്കാണ് ഇൻ ടു ദ വാട്ടർ ബോഡി. അപ്പോൾ സൺലൈറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ സൺലൈറ്റും വേണം ഫിഷസ് അക്വാട്ടിക് ലൈഫിന്. അപ്പം ദിസ് കോസസ് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ. കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ഹെവി മെറ്റൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ് വിച്ച് കോസസ് പോയിസണിങ് ആൻഡ് ബയോ അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ടോക്സിക് മെറ്റീരിയൽസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും. ഈ അക്യുമുലേറ്റഡ് ഫുഡായിരിക്കും ചിലപ്പോൾ നമ്മളും കഴിക്കുന്നത്. ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ ആൻഡ് വൈറസസ് വിച്ച് കോസസ് ബാക്ടീരിയ ആൻഡ് വൈറസും എഫക്ട്സ് എന്തൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്, മലേറിയ എന്നൊക്കെ ഡിസീസസ് വരും അല്ലേ നമുക്ക്. ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്തൊക്കെയാണ്? സിവേജ് ആൻഡ് ഫുഡ് വേസ്റ്റ്. സിവേജും ഫുഡ് വേസ്റ്റും എന്താ ചെയ്യുന്നത്? ലോ ഓക്സിജൻ, നമ്മളെ വെള്ളത്തിലുള്ള ഡിസോൾവ് ഓക്സിജൻ കുറയ്ക്കും. പിന്നെ ഫൗൾ സ്മെൽ, നമുക്ക് എഴുതാൻ പറ്റുന്നത് സിവേജിനെല്ലാം ഫൗൾ സ്മെല്ലാണ്. ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ് വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ ദ സോയിലാണ് അല്ലേ. പക്ഷേ ഈ നൈട്രജനും ഫോസ്ഫറും ഒക്കെ പ്ലാന്റ്സിന് നല്ലതാണെങ്കിലും ഈ വെൻ ഇറ്റ് കംസ് ടു ദ വാട്ടർ ബോഡീസ് ഇറ്റ് കോസസ് ആൽഗൽ ബ്ലൂംസ്. അതായത് നൈട്രജൻ ഫോസ്ഫറസും ആണ് ആൽഗെ ഉണ്ടാക്കുന്നതിന് കാരണക്കാരൻ. ഈ ആൽഗെ എന്ത് ചെയ്യും? വെള്ളത്തിലുള്ള ഡിസോൾവ് ഓക്സിജൻ എല്ലാം പിടിച്ചെടുക്കും അതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അയ്യോ, ആൽഗെ ഗ്രോ ചെയ്താൽ ഇപ്പോൾ ഡിസോൾവ് ഓക്സിജൻ കുറഞ്ഞു, അപ്പോൾ ഫിഷസിന് ഇനി എവിടെ നിന്ന് ഓക്സിജൻ കിട്ടും? അതാണ് പറഞ്ഞത്, ആൽഗൽ ബ്ലൂംസ് ഇസ് നോട്ട് എ ഗുഡ് തിങ്. ഓക്കെ, ഇതിനാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. തെർമൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഹോട്ട് വാട്ടർ വരുമ്പം ദ എമൗണ്ട് ഓഫ് ഡിസോൾവ് ഓക്സിജൻ ടു ബി സ്റ്റോർഡ് എന്ന് പറയുമ്പോൾ കുറയും. ലോ ഡിസോൾവ് ഓക്സിജൻ വിച്ച് കോസസ് ഫിഷ് ഡെത്ത്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ലൈക്ക് യുറാനിയം, അയഡിൻ വിച്ച് കോസസ് ക്യാൻസർ ആൻഡ് മ്യൂട്ടേഷൻസ് ഡ്യൂ ടു DNA ചേഞ്ചിങ്. എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ 3 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്, 14 മാർക്കിനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് എൻവയോൺമെൻറ്റ് എന്തൊക്കെയാണ്? വാട്ടർ ബിക്കംസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് ആൻഡ് ഡൊമസ്റ്റിക് യൂസ്. ലോസ് ഓഫ് അക്വാട്ടിക് ലൈഫ് ഡ്യൂ ടു ഓക്സിജൻ ഡിപ്ലീഷൻ, ഡിസോൾവ് ഓക്സിജൻ കുറയും. പിന്നെ യൂട്രോഫിക്കേഷൻ, ഞാൻ പറഞ്ഞില്ലേ, എക്സസ് ആൽഗെ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആൽഗെ ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത്? ഡിസോൾവ് ഓക്സിജൻ പിടിച്ചെടുത്തിട്ട്. അപ്പോൾ ഡിസോൾവ് ഓക്സിജൻ്റെ എമൗണ്ട് കുറയും. ഡിസോൾവ് ഓക്സിജൻ കുറഞ്ഞാൽ ഫിഷ് ഡെത്ത്. ഡിസ്റപ്ഷൻ ഓഫ് ഫുഡ് ചെയിൻസ് ത്രൂ ബയോ അക്യുമുലേഷൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബോഡിയിൽ കയറും, ആ ബോഡിയിലുള്ള മീനിൻ്റെ ബോഡി കയറിയിട്ട് ആ മീൻ നമ്മൾ തിന്നുമ്പോൾ നമുക്കും ആ ഒരു ടോക്സിക് മിനറൽസ് നമ്മുടെ ബോഡിയിലും ഡൈജസ്റ്റ് ആവും. ഡിസ്ട്രക്ഷൻ ഓഫ് നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് ലൈക്ക് മറൈൻ, അക്വാട്ടിക്. ഓൺ ഹ്യൂമൻസ് എന്തൊക്കെയാണ് എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ? ഡിസീസ് ലൈക്ക് കോളറ, ജോണ്ടിസ്, ടൈഫോയിഡ്, മലേറിയ. ഹെവി മെറ്റൽ പോയ്സണിങ് such as lead, mercury. മിനിമാറ്റ ഡിസീസ് മെർക്കുറി ഉണ്ടാകുന്നത് പറഞ്ഞല്ലോ. സ്കിൻ ഇറിറ്റേഷൻ ഫ്രം കെമിക്കൽ കണ്ടാമിനൻസ്. 3 mark question, what is water pollution? Water pollution is the contamination of water bodies due to chemicals, sewage, plastics. It makes the water unfit for use and causes diseases. It damages aquatic and marine life. What is the sources of pollution? Industries, agriculture, sewage, mining and oil spills. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, ഇറ്റ് കിൽസ് ദ ഫിഷ്, ഡിസീസസ് കോസ് ചെയ്യും, ബാഡ് സ്മെൽ, ഫൗൾ സ്മെല്ലാണ് നമ്മളെ സിവേജിനെല്ലാം. യൂട്രോഫിക്കേഷൻ, ആൽഗൽ ഗ്രോത്ത് കാരണം ഡിസോൾവ് ഓക്സിജൻ കുറഞ്ഞു. ഹാബിറ്റാറ്റ് ലോസ്. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് 3Rനെ കുറിച്ചും റീയൂസ് ആൻഡ് റീസൈക്കിളിനെ കുറിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ് വേസ്റ്റ്, റീയൂസും ആൻഡ് റീസൈക്കിൾ 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ഡീറ്റെയിൽഡ് നോട്ട് ഓൺ 3R കോൺസെപ്റ്റ് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നീഡ് ഫോർ റീസൈക്ലിംഗ് ആൻഡ് റീയൂസ് പ്ലസ് എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് റീയൂസും റീസൈക്കിളിനെ 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് പ്രോസസ്സസ് 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസും 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം.
അപ്പം 2 ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ഇതിനെല്ലാം കൂടി ക്ലാസിഫൈ ചെയ്യാം. ഡിഫൈൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് പ്രോസസ്സസ് 14 മാർക്കിനും പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെഡ്യൂസ് റീയൂസ് ആൻഡ് റീസൈക്കിൾ 14 മാർക്കിന്. അപ്പം വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ആദ്യം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ് വേസ്റ്റ്. ഒരു സോളിഡ് വേസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഫിസിക്കൽ നേച്ചർ എന്ന് പറയുമ്പോൾ സോളിഡ് ആയിരിക്കാം. ആ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് സോളിഡ് ആയിരിക്കാം, സെമി സോളിഡ് ആയിരിക്കാം, ഒരു ലിക്വിഡ് വേസ്റ്റ് ആയിരിക്കാം. ഇറ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം ഹൗസ് ഹോൾഡ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ്. ബയോഡിഗ്രേഡബിലിറ്റി അല്ലേ, നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഒക്കെ മേടിക്കുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് ബയോഡിഗ്രേഡബിൾ. അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് എല്ലാം മാറ്റണമെന്ന് പറയുന്നത്. ബയോഡിഗ്രേഡബിൾ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റണം സോയിലിൽ. ഇപ്പം ഡീഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്യണം. ഇപ്പോൾ പ്ലാസ്റ്റിക് ഡീഗ്രേഡ് ആവും, പക്ഷേ ഇറ്റ് ടേക്സ് മില്യൻസ് ഓഫ് ഇയേഴ്സ് അല്ലേ. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞത്. ഓർഗാനിക് വേസ്റ്റ് ഡീകമ്പോസസ് ബൈ ദ ആക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പ്ലാസ്റ്റിക്സ് ഡു നോട്ട്. കമ്പസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ കത്താൻ പറ്റുന്നതായിരിക്കണം. പേപ്പറും പ്ലാസ്റ്റിക്സും വുഡും എല്ലാം കത്തുന്ന ആണ്. അപ്പം ദീസ് ആർ കോൾഡ് എസ് കമ്പസ്റ്റബിൾ വേസ്റ്റ്. മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് എഫക്ട്സ് ദ വേസ്റ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡീകമ്പോസിഷൻ അല്ലേ. ഇപ്പോൾ ഒരു സിവേജിൽ എന്ന് പറയുന്നത് കുറച്ചാണ് വേസ്റ്റും കുറേയും ആ വേസ്റ്റിൻ്റെ കൂടെയുള്ള വേസ്റ്റ് വാട്ടറും ആണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദ വെയിറ്റ് കൂടിയാൽ നമ്മളിതിനെ ഹാൻഡിൽ ചെയ്യാനെല്ലാം ഭയങ്കര ടാസ്ക് അല്ലേ, വെയിറ്റ് കൂടുകയല്ലേ. പിന്നെ ട്രാൻസ്പോർട്ടേഷനും ടാസ്ക്കാണ്, ഡീകമ്പോസിഷനും ടാസ്ക്കാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതന്നെ വീണ്ടും, അതായത് ഇത്ര വോളിയം ഓഫ് വാട്ടർ ബോഡിയിൽ, ഇത്ര വോളിയം ഓഫ് വാട്ടറിൽ എത്രത്തോളം വേസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. മാസ് പെർ യൂണിറ്റ് വോളിയം, എത്ര മാസ് ഓഫ് വേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര വെയിറ്റ് ഓഫ് വോളിയം ഉണ്ട്, വെയിറ്റ് ഓഫ് വേസ്റ്റ് ഉണ്ട് പെർ വോളിയം ഓഫ് വാട്ടർ. അതാണ് ഡെൻസിറ്റി. ഡിറ്റർമൈൻ ദ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് വോളിയം. സ്റ്റോറേജും ട്രാൻസ്പോർട്ട് ഹാൻഡ്ലിംഗ് ഒക്കെ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് കൂടും. ഡെൻസിറ്റി കൂടുന്നതനുസരിച്ചിട്ടല്ല, ഡെൻസിറ്റി അഫക്റ്റ് ചെയ്യും സ്റ്റോറേജിനും ട്രാൻസ്പോർട്ട് വോളിയത്തിന്. ടോക്സിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ടോക്സിക് മെറ്റീരിയൽ ടു ടോക്സിഫൈ അസ്, റൈറ്റ്. ഹസാറസ് വേസ്റ്റ് ആണ്, കണ്ടെയ്ൻസ് കെമിക്കൽസ് ആൻഡ് ഹെവി മെറ്റൽസ്. ഓക്കെ, HG ആൻഡ് ലെഡ്, മെർക്കുറി, ലെഡ് എല്ലാം നമ്മളെ ടോക്സിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കോൺസെപ്റ്റ് ഓഫ് റെഡ്യൂസ് റീയൂസ് ആൻഡ് റീസൈക്കിൾ 7 to 8 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ റെഡ്യൂസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. റെഡ്യൂസ് പക്ഷേ ഞാൻ പോയിന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ചോദിക്കുകയാണെങ്കിൽ. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയാം അല്ലേ, മിനിമൈസിങ് വേസ്റ്റ് ജനറേഷൻ അറ്റ് ദ സോഴ്സ് എന്ന് തന്നെ വേസ്റ്റ് ജനറേഷൻ കുറയ്ക്കുക. എങ്ങനെ? ബൈ ചൂസിങ് പ്രോഡക്ട്സ് ദാറ്റ് യൂസ് ഫ്യൂവർ മെറ്റീരിയൽസ്. ഓക്കെ, പാക്കേജിംഗ് ഒക്കെ കുറവുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാണ്. നമ്മൾ ഐഫോണിലും സാംസങ്ങിലൊക്കെ ഇപ്പോൾ ചാർജർ വരുന്നില്ലല്ലേ, പാക്കേജിങ് കുറക്കാണ്, റെഡ്യൂസും വേസ്റ്റ് മെറ്റീരിയലാണ്, വെറുതെ ഉടായ്പാണ്. ഓക്കെ, അവോയ്ഡിങ് അൺനെസസറി കൺസപ്ഷൻ ബട്ട് only what you need. Using energy efficient and resource efficient products that reduce environmental impact അല്ലേ. നമ്മൾ പണ്ട് ഇൻകാൻഡസൻറ്റ് ബൾബ് മേടിച്ച് ഇപ്പം എന്താ മേടിച്ചത്, ഇപ്പം LED ബൾബാണ് മേടിക്കുന്നത്. LED ബൾബിന് പ്രത്യേകത എന്താ? വെരി എനർജി എഫിഷ്യൻ്റ് ആണ് മറ്റേ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഓക്കെ, ഇലക്ട്രിസിറ്റി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പവർ ജനറേഷൻ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് ആണ്. അപ്പോൾ ഫോസിൽ ഫ്യൂൽസ് കുറയ്ക്കാൻ പറ്റും നമുക്ക് ഇൻകാൻഡസൻറ്റ് മാറ്റി LED ബൾബ് മേടിക്കുന്നതിലൂടെ. പിന്നെ റീയൂസ്, വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. യൂസിങ് എ പ്രോഡക്റ്റ് അഗെയിൻ വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് പ്രോസസ്സിംഗ്. എക്സാമ്പിൾ ഗ്ലാസ് ബോട്ടിൽസ്. റെഡ്യൂസസ് വേസ്റ്റ് ആൻഡ് കൺസേർവ്സ് എനർജി. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ദ പ്രോഡക്റ്റ് ലൈഫ്. റീസൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താ? കൺവേർട്ടിങ് എ വേസ്റ്റ് ഇൻറ്റു ന്യൂ പ്രോഡക്ട്സ്. ഇപ്പം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഗ്രാനുൾസ് ആക്കാം. ഈ ഗ്രാനുൾസ് കൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉണ്ടാക്കാം, മനസ്സിലായോ? അപ്പം കൺവേർട്ടിങ് വൺ വേസ്റ്റ് ഇൻറ്റു ന്യൂ പ്രോഡക്ട്സ്. റെഡ്യൂസസ് റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ. അപ്പം പഴയ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ പുതിയ റോ മെറ്റീരിയലിന് ആവശ്യം വരില്ല, കോസ്റ്റ് ഉണ്ടാവില്ല. എനർജി എഫിഷ്യൻ്റ് ആണ്. സേവ്സ് എനർജി ആൻഡ് റെഡ്യൂസസ് പൊല്യൂഷൻ. എൻകറേജസ് സർക്കുലർ എക്കോണമി. സർക്കുലർ എക്കോണമി എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈക്കിളിനെയാണ് പറയുന്നത് അല്ലേ. നമ്മൾ ഒന്നിന്ന് മറ്റൊന്നിലേക്ക് തിരിച്ച് വീണ്ടും ആ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. 3R കോൺസെപ്റ്റ് ആണ് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അപ്പം നമ്മൾ വൺ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ മിനിമൈസ് വേസ്റ്റ് ജനറേഷൻ അറ്റ് ദ സോഴ്സ്. റീയൂസ് എന്ന് പറഞ്ഞാൽ യൂസ് ദ ഐറ്റം റിപ്പീറ്റഡ്ലി ടു അവോയ്ഡ് ന്യൂ വേസ്റ്റ്. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ കൺവേർട്ട് വൺ വേസ്റ്റ് ഇൻറ്റു യൂസബിൾ പ്രോഡക്റ്റ്. വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയാം. വേസ്റ്റ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റമാറ്റിക് കളക്ഷൻ, സെഗ്രിഗേഷൻ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ടു റെഡ്യൂസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്. നമുക്ക് ഓരോന്ന് പറയാം അല്ലേ. അപ്പം സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റിംഗ് ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ റീസൈക്ലബിൾസ്. ഓക്കെ, അപ്പോൾ സെഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വേർതിരിക്കുക. അപ്പം ബയോഡിഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്നുള്ളത് ആ വേസ്റ്റെല്ലാം ഒരുമിച്ച് കൂട്ടുക. ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരുമിച്ച് കൂട്ടുക. റീസൈക്കിളബിൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരുമിച്ച് കൂട്ടുക. നമ്മൾ ഇപ്പോൾ എല്ലാം ഡസ്റ്റ്ബിൻസും അങ്ങനെയാണ് വെച്ചേക്കുന്നത് അല്ലേ. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ പേപ്പർ വേസ്റ്റ് വരണം, പ്ലാസ്റ്റിക് വേസ്റ്റ്, അതിനാണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. കളക്ഷൻ, ഡോർ ടു ഡോർ കളക്ഷൻ യൂസിങ് ബിൻസ് ആൻഡ് വെഹിക്കിൾ. അപ്പോൾ ആദ്യം എല്ലാം നമ്മൾ ഒരു വലിയൊരു ബിന്നിലായിരിക്കും ഇടുന്നത് അല്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ കത്തിക്കുകയായിരിക്കും ചെയ്യുന്നത്, പുറത്തൊക്കെ US വലിയൊരു ബിന്നിലായിരിക്കും ഇടുന്നത്. ഈ ബിന്നിന് ഇവർ കൊണ്ടുപോകും. ട്രാൻസ്പോർട്ടേഷൻ, മൂവിങ് ദ വേസ്റ്റ് സേഫ്ലി ടു ദ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ്. ഇവർ ഇത് കൊണ്ടുപോയിട്ട്
നേരെ ഒരു ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിയിലോട്ട് ഇറക്കും. ഈ എല്ലാ ഹൗസ് ഹോൾഡ് നെയ്ബർഹുഡിനും വേസ്റ്റ് ബിൻ എടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ്, ഇനി ആ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിയിൽ എത്തിയിട്ട് ട്രീറ്റ്മെൻറ്റ് സംഭവിക്കും. കമ്പോസ്റ്റിംഗ്, ഇൻസിനറേഷൻ, പൈറോളിസിസ്, ബയോമെത്തനേഷൻ എന്ന് വെച്ചാൽ എന്താ, ഓക്കെ നമുക്ക് പറയാം. അപ്പോൾ കമ്പോസ്റ്റിംഗ് എന്ന് പറയുമ്പം കമ്പോസ്റ്റ് ചെയ്യും അല്ലേ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയും. ഇൻസിനറേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ഹീറ്റിൽ വേസ്റ്റിനെല്ലാം കത്തിച്ച് കളയാൻ പറ്റുന്ന വേസ്റ്റ് എല്ലാം കത്തിച്ച് കളയും. ഓക്കെ, ഹാംഫുൾ അല്ലാത്ത വേസ്റ്റാണ് കേട്ടോ കത്തിച്ച് കളയുന്നത്. പൈറോളിസിസ് ആൻഡ് ബയോമെത്തനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മൈക്രോ ഓർഗാനിസംസ് ബ്രേക്ക് ഡൗൺ ഓർഗാനിക് വേസ്റ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് ബയോഗ്യാസ് അല്ലെങ്കിൽ മീത്തേൻ. ബയോഗ്യാസിൽ മെയിൻലി മീത്തേൻ ആണ്. അപ്പം ബയോമെത്തനേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് മീത്തേൻ by microorganisms by breaking down organic waste in the absence of oxygen. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എന്താ, റീസൈക്ലിംഗ്. എന്തെങ്കിലും വേസ്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കും. കൺവേർട്ടിങ് മെറ്റീരിയൽസ് ഇൻ ന്യൂ യൂസ്ഫുൾ പ്രോഡക്ട്സ് അല്ലേ. ഇപ്പം വെറുതെ ചിന്തിച്ച് നോക്കിയാൽ വേസ്റ്റിന് നമ്മൾ ബയോഗ്യാസ് ഉണ്ടാക്കിയെടുത്തില്ലേ മീത്തേൻ ആണെങ്കിലും. ഈ ബയോഗ്യാസ് നമുക്ക് ഫ്യൂലായിട്ട് ഉപയോഗിക്കാം, മനസ്സിലായോ. അല്ലെങ്കിൽ മറ്റേ പ്ലാസ്റ്റിക് ഗ്രാനുവൽസിന് പ്ലാസ്റ്റിക് കവർ ഉണ്ടാക്കിയെടുക്കാം, അതും പറയാം. ഡിസ്പോസൽ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തതിന് ശേഷം ആ വേസ്റ്റ് അല്ലെങ്കിൽ എഫ്ലുവൻറ്റ് എന്ന് പറഞ്ഞാൽ ട്രീറ്റഡ് വേസ്റ്റിനെയാണ് എഫ്ലുവൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആ എഫ്ലുവൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പോസ് ചെയ്യും. സാനിറ്ററി ലാൻഡ്ഫിൽസ് ഫോർ ഫൈനൽ ഡിസ്പോസൽ. ഈ സാനിറ്ററി ലാൻഡ്ഫിൽസ് അറിയാം അല്ലേ. സാനിറ്ററി ലാൻഡ്ഫിൽസ് എന്ന് പറഞ്ഞാൽ ലാൻഡ്ഫിൽസ് തന്നെയാണ്, പക്ഷേ ഈ ലാൻഡ്ഫിൽസ് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ലാൻഡ്ഫിൽസിൽ ഒരു തിൻ ലെയർ ഓഫ് കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്താ, ഈ പെസ്റ്റും ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. പെസ്റ്റൊക്കെ നമ്മൾ ഈ വേസ്റ്റ് എടുക്കുന്നിടത്ത് വരും, ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു തിൻ ലെയർ ഓഫ് കോട്ടിംഗ് ഉണ്ടാവും. അപ്പോൾ മണ്ണ് വാരി ഇടുകയും ചെയ്യും ഇതിൻ്റെ മുകളിൽ. പിന്നെ ഈ സാനിറ്ററി ലാൻഡ്ഫിൽസിന് പെട്ടെന്ന് ഗ്രൗണ്ട് വാട്ടറിലോട്ട് പോകത്തില്ല വേസ്റ്റും ടോക്സിക് ഗ്യാസസ് ഒന്നും. എനർജി റിക്കവറി, വേസ്റ്റ് ടു എനർജി പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഓർ ഹീറ്റ്. പിന്നെന്താ, വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെ. സോഴ്സ് റിഡക്ഷൻ ആണ് നമ്മൾ മറ്റേ reduce waste at the source by using fewer materials and choosing products with less packaging അല്ലേ. ഇറ്റ് മിനിമൈസസ് ടോട്ടൽ വേസ്റ്റ് ജനറേഷൻ. ഇനി റീസൈക്ലിംഗ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. കളക്ട് ആൻഡ് പ്രോസസ് ദ റീയൂസബിൾ മെറ്റീരിയൽസ് ലൈക്ക് പേപ്പർ, പ്ലാസ്റ്റിക് ആൻഡ് മെറ്റൽ. സേവ്സ് റോ മെറ്റീരിയൽസ് ആൻഡ് റെഡ്യൂസസ് പൊല്യൂഷൻ. റോ മെറ്റീരിയൽ സേവ് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ പഴയ സാധനങ്ങൾ തന്നെയാണ് വീണ്ടും എടുക്കുന്നത്. ഇറ്റ് ഓൾസോ റെഡ്യൂസസ് പൊല്യൂഷൻ. കുറച്ച് വേസ്റ്റാണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. കമ്പോസ്റ്റിംഗ്, കൺവേർട്ട് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ലൈക്ക് ഫുഡ് സ്ക്രാപ്സ് ലീവ്സ് ഇൻ ടു കമ്പോസ്റ്റ്. കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ബയോഡിഗ്രേഡബിൾ വേസ്റ്റിനെ കമ്പോസ്റ്റിലോട്ട് മാറ്റുന്നത് ത്രൂ നാച്ചുറൽ ഡീകമ്പോസിഷൻ. നമ്മളെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിലൊന്നും പോയിട്ടല്ല. ഓക്കെ, ഇത് ഇംപ്രൂവ് സോയിൽ ഹെൽത്ത്. ഇങ്ങനെ നാച്ചുറൽ ഡീകമ്പോസിഷൻ ഒക്കെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സോയിൽ ഹെൽത്ത് കൂടും, കാരണം സോയിലിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എല്ലാം കമ്പോസ്റ്റിംഗ് നിന്ന് കിട്ടും. ആൻഡ് റെഡ്യൂസസ് ലാൻഡ് ഫിൽ ലോഡ്. നമ്മൾ ലാൻഡ് ഫില്ല് പോയി തള്ളിക്കളയുന്ന ലോഡും കുറയും, കാരണം കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ കമ്പോസ്റ്റ് ചെയ്യും, ബയോഡിഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ പിന്നെ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിലോട്ട് എത്തത്തില്ല ബാക്കിയൊന്നും. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിൽ എത്തി ട്രീറ്റഡ് എഫ്ലുവൻസ് മാത്രമല്ലേ ലാൻഡ് ഫില്ലോട്ട് പോകത്തുള്ളൂ. ഇനി ഇൻസിനറേഷൻ എന്ന് പറയുമ്പോൾ ബേൺ വേസ്റ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ടു റെഡ്യൂസ് ഇറ്റ്സ് വോളിയം സിഗ്നിഫിക്കൻ്റ്ലി അല്ലേ. നമുക്ക് ഈ വോളിയം കുറയ്ക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വേസ്റ്റിൻ്റെ. അപ്പം വേസ്റ്റിൻ്റെ വോളിയം കുറച്ചാൽ ട്രാൻസ്പോർട്ടേഷനും ഹാൻഡ്ലിങ്ങിനെല്ലാം എളുപ്പമാവത്തുള്ളൂ. എനർജി ക്യാൻ ബി റിക്കവേർഡ് ബട്ട് എമിഷൻസ് മസ്റ്റ് ബി കൺട്രോൾഡ്. അടുത്ത നമ്മൾ പറയുകയാണെങ്കിൽ ലാൻഡ് ഫില്ലിനെ കുറിച്ചാണ്. ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ഇൻ എഞ്ചിനീയർഡ് ബറിയൽ സൈറ്റ്സ്. അതിന് വേണ്ടി ഉണ്ടാക്കിയ ബറിയൽ സൈറ്റ്സ് വിത്ത് സോയിൽ ലെയേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, സോയിൽ ലെയേഴ്സ് ഒരു തിൻ കോട്ടിംഗ് ഉണ്ടാവും, ഈ പെസ്റ്റ് എന്ന് വരാൻ അതിന് മുകളിൽ സോയിൽ ലെയേഴ്സ് എല്ലാം ഉണ്ടാവുന്നു. സാനിറ്ററി ലാൻഡ് ഫിൽസ് പ്രിവെൻറ്റ് ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ആൻഡ് പെസ്റ്റ്. പറഞ്ഞില്ലേ, സ്ലോ ആയിട്ടായിരിക്കും ഗ്രൗണ്ട് വാട്ടറിലോട്ട് ഇതാക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രൗണ്ട് വാട്ടറിലോട്ട് പോത്തേയില്ല. ആൻഡ് പെസ്റ്റ് ഫ്രം കമ്മിങ്. Hazardous waste treatment, use special methods like chemical treatment, stabilization and high temperature destruction for toxic waste. Toxic waste പുറത്തൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് we use chemical treatment, stabilization and high temperature destruction. Prevents environmental contamination and protects the workers. പബ്ലിക് അവയർനെസ് നമ്മൾ തള്ളിവിടാൻ പറ്റിയ പോയിന്റ്. എഡ്യൂക്കേറ്റ് ദ സിറ്റിസൺ ഓൺ സെഗ്രിഗേഷൻ, റീസൈക്ലിംഗ്, സേഫ് വേസ്റ്റ് ഡിസ്പോസൽ, ഇൻക്രീസസ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇംപ്രൂവ്സ് ഓവറോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് സക്സസ്. ഇനി ക്ലീൻ കോൾ കമ്പഷൻ ടെക്നോളജിനെ കുറിച്ചും അതിനെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എക്സ്പ്ലെയിൻ ക്ലീൻ കോൾ കമ്പഷൻ ടെക്നോളജി 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ക്ലീൻ കോൾ കമ്പഷൻ വീണ്ടും 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ക്ലീൻ കോൾ കമ്പഷൻ ടെക്നോളജി എന്താ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയും നമുക്ക് ഒരുമിച്ച് നോക്കാം. ക്ലീൻ കോൾ കമ്പഷൻ is the process that burns fuel at lower temperatures using controlled oxygen to minimize the formation of harmful pollutants. പറഞ്ഞുതരാം. അപ്പം നമുക്ക് കമ്പഷൻ നടക്കണമെങ്കിൽ ഓക്സിജൻ വേണം അല്ലേ, എയർ വേണം, എയറും ഫ്യൂലും വേണം എന്ന് പറഞ്ഞാൽ എയറിൻ്റെ അകത്തുള്ള ഓക്സിജൻ ആണ് വേണ്ടത്. ഈ ഓക്സിജൻ
കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ വേസ്റ്റിനെ ബേൺ ചെയ്യുകയാണെങ്കിൽ ഇതിനാണ്, അല്ലെങ്കിൽ കോളിനെ ബേൺ ചെയ്യുകയാണെങ്കിൽ ക്ലീൻ കോൾ കമ്പഷൻ എന്ന് പറയും. ഇപ്പം കമ്പഷൻ നടന്നു എന്ന് വിചാരിച്ചോ, കമ്പഷൻ നടന്നു, ആ കമ്പഷൻ ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ഇറ്റ് ജനറേറ്റ്സ് കാർബൺ മോണോക്സൈഡ് അല്ലേ. കാർബൺ മോണോക്സൈഡ് ജനറേറ്റ് ചെയ്യും. കാർബൺ മോണോക്സൈഡ് ഇസ് എ harmful which causes air pollution. കാർബൺ മോണോക്സൈഡ് ഇസ് എ ഹാംഫുൾ ഗ്യാസ് വിച്ച് കോസ് എയർ പൊല്യൂഷൻ, റൈറ്റ്. അപ്പം ഇതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾഡ് ലെവലിലായിരിക്കും നമ്മൾ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പം ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കാനുള്ള ചാൻസ് ഭയങ്കര കുറയും. സോ ലെറ്റ് us look at the features of clean coal combustion technology. Clean coal combustion technology. ലോ കമ്പഷൻ ടെമ്പറേച്ചർ. അപ്പം ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താ? നമ്മൾ ടെമ്പറേച്ചർ കമ്പഷൻ ടെമ്പറേച്ചർ സാധാരണ പോലെയല്ല, നമ്മൾ ലോ കമ്പഷൻ ടെമ്പറേച്ചർ ആയിരിക്കും. സോ ഫ്യൂവർ നൈട്രജൻ ഓക്സൈഡ്സ് ആർ റിലീസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. പിന്നെ യൂസസ് അഡ്വാൻസ്ഡ് ബേണേഴ്സ് എന്താ സഹായിക്കുക? ഇറ്റ് ഹെൽപ്സ് കോൾ ബേൺ മോർ കംപ്ലീറ്റ് കമ്പഷൻ നടക്കാൻ സഹായിക്കും അഡ്വാൻസ്ഡ് ബേണേഴ്സും ഫ്ലൂയിഡൈസ്ഡ് ബെഡ് സിസ്റ്റമും. പ്രൊഡ്യൂസസ് ക്ലീനർ ഫ്ലൂ ഗ്യാസസ് എന്ന് പറയുമ്പോൾ SO2, NOx, particulate മാറ്റേഴ്സ് ഇവരൊക്കെയാണ്. വിത്ത് ലെസ് SO2 ആൻഡ് പാർട്ടിക്കുലേറ്റ്സ്. കണ്ട, അപ്പോൾ ക്ലീനർ ഫ്ലൂ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. ആൻഡ് ഹയർ കമ്പഷൻ എഫിഷ്യൻസി. കണ്ട, ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കാനുള്ള ചാൻസ് കുറവും കംപ്ലീറ്റ് കമ്പഷൻ നടക്കാനുള്ള ചാൻസസ് കൂടുതലുമാണ്. ദസ് ഇറ്റ് ലീഡ്സ് ടു ഹയർ കമ്പഷൻ എഫിഷ്യൻസി ആൻഡ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ കോൾ, ബയോമാസ് ആൻഡ് വേസ്റ്റ് ഫ്യൂൽസ്. ഓക്കെ, ക്ലീൻ കോൾ കമ്പഷൻ ആണെന്ന് പറയുന്നെങ്കിലും കോളിന് മാത്രമല്ല, ബയോമാസും വേസ്റ്റ് ഫ്യൂൽസും ഇതിനും സ്യൂട്ടബിൾ ആണ്. എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ് ഓഫ് ക്ലീൻ കോൾ കമ്പഷൻ ടെക്നോളജി എന്താ? ഇറ്റ് റെഡ്യൂസസ് എയർ പൊല്യൂഷൻ സിഗ്നിഫിക്കൻ്റ്ലി. കാരണം SO2 പിന്നെ കാർബൺ മോണോക്സൈഡും ഇതൊന്നും കയറുന്നില്ല നമ്മൾ അറ്റ്മോസ്ഫിയറിലോട്ട്. ലിമിറ്റ്സ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, റൈറ്റ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനിലും ഉള്ളതാണ് ഈ കാർബൺ മോണോക്സൈഡും SO2 എല്ലാം. ഇംപ്രൂവ്സ് ഫ്യൂവൽ എഫിഷ്യൻസി, റൈറ്റ്, ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ലെസ് വേസ്റ്റ് ജനറേഷൻ. 3 മാർക്ക് ക്വസ്റ്റ്യൻ ഓഫ് ക്ലീൻ കോൾ കമ്പഷൻ ചോദിച്ചാൽ ലോ ടെമ്പറേച്ചർ ബേണിംഗ് ആണ്, കമ്പഷൻ ആണെന്ന് പറയും. ലോ ടെമ്പറേച്ചർ കമ്പഷൻ ആണെന്ന് പറയും. ലെസ് NOx ഫോർമേഷൻ ആണ്. ഇറ്റ് ലീഡ്സ് ടു ഫ്യൂവൽ ക്ലീനർ ഫ്ലൂ ഗ്യാസസ് ആൻഡ് ഹയർ എഫിഷ്യൻസി. ഇറ്റ് ഈസ് ഓൾസോ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ച് നോക്കിയാൽ മതി. ക്ലീൻ കോൾ കമ്പഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ക്ലീൻ ആണ്, അപ്പം എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്, അല്ലേ. ക്ലീൻ ആകുമ്പോൾ ക്ലീൻ ഫ്ലൂ ഗ്യാസസും ആണ്. കമ്പഷൻ എന്ന് പറയുമ്പം ലോ ടെമ്പറേച്ചർ കമ്പഷനാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ക്ലീൻ കോൾ കമ്പഷൻ, ലോ ടെമ്പറേച്ചർ കമ്പഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ കമ്പഷൻ നല്ല രീതിയിൽ നടക്കും. കമ്പഷൻ നല്ല രീതിയിൽ നടന്നാൽ ഗ്യാസസ് എല്ലാം റിലീസ് ചെയ്യുന്ന ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ലെസ് NOx ഫോർമേഷൻ. ഓക്കെ, ആൻഡ് ക്ലീൻ ആയതുകൊണ്ട് ഹൈ എഫിഷ്യൻസിയുമാണ്. കണ്ട, 5 പോയിൻറ്റ് നമുക്ക് ആ ഹെഡിങ് തന്നെ കിട്ടി. ഓസോൺ ലെയർ ഡിപ്ലീഷൻ. അപ്പം ഓസോൺ എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞത്, അല്ലേ. ഓസോൺ എങ്ങനെ ഉണ്ടായ? ഓക്സിജൻ മോളിക്യൂളും വേറൊരു ഓക്സിജൻ ആറ്റമും ചേർന്നിട്ട് ഓസോൺ വരുന്നുണ്ട്, UV റേഡിയേഷൻ. ഇനി ഓസോൺ ലെയർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഓസോൺ ലെയർ എന്ന് പറയുമ്പോൾ ഇസ് പ്രസൻറ്റ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. നമുക്കറിയാം അറ്റ്മോസ്ഫിയർ തന്നെ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ലേയേഴ്സ്, അല്ലേ. ഇപ്പോൾ ഇത് നമ്മളെ എർത്താണെന്ന് വിചാരിച്ചോ, എർത്ത് എന്ന് പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്, എക്സോസ്ഫിയർ ഉണ്ട്, ലിത്തോസ്ഫിയർ ഉണ്ട്, അല്ലേ. കുറേ ഉണ്ട്. എക്സോസ്ഫിയർ ആണ് ഏറ്റവും അവസാനം വരുന്നത്. അതിൽ ഒരു ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് നമ്മുടെ ഓസോൺ മോളിക്യൂൾസ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഈ ഓസോൺ മോളിക്യൂൾ ഹാംഫുൾ ഗ്യാസസ് ഒക്കെ തന്നെയാണ്, പക്ഷേ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ പ്രിവെൻറ്റിങ് സൺലൈറ്റ്സ് UV റേഡിയേഷൻ ഫ്രം കമ്മിങ് ഇൻ. ഓക്കെ, അപ്പം സൺലൈറ്റിൻ്റെ UV റേഡിയേഷൻ ഹാംഫുൾ ആണ്. കാരണം റേഡിയേഷൻ ഇസ് ഹാംഫുൾ, കോസസ് ക്യാൻസർ, സ്കിൻ ഇറിറ്റേഷൻ എക്സെട്ര അല്ലേ. അപ്പം ഈ UV റേഡിയേഷനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഓസോൺ സഹായിക്കും. അപ്പോൾ ഓസോണിൻ്റെ ആ ഒരു ലെയർ, സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോണിൻ്റെ ആ ലെയർ ഡിപ്ലീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? UV റേഡിയേഷൻ കുറേ അകത്തോട്ട് കയറും, റൈറ്റ്. അപ്പം ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കണം, റൈറ്റ് എ നോട്ട് ഓൺ ഓസോൺ ലെയർ ഡിപ്ലീഷൻ 7 മാർക്കിന്, എക്സ്പ്ലെയിൻ ഓസോൺ ലെയർ ഡിപ്ലീഷൻ 3 മാർക്കിന്, ഡിസ്കസ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ 3 മാർക്കിന്. അപ്പോൾ നമുക്ക് ഓസോൺ ലെയർ ഡിപ്ലീഷനെ കുറിച്ച് പറയാം. ഓസോൺ ലെയർ ഡിപ്ലീഷൻ refers to the thinning of the ozone layer, okay, in the stratosphere. Ozone is present in the stratosphere due to the release of oxygen ozone destroying chemicals. അപ്പം ഇത് തിന്നിങ് എങ്ങനെ സംഭവിക്കുന്നത്? ആരോ അവനെ ഡിസ്ട്രോയ് ചെയ്യാനുണ്ട്, അല്ലേ. ഡ്യൂ ടു ദ റിലീസ് ഓഫ് ഓസോൺ ഡിസ്ട്രോയിങ് കെമിക്കൽ. അപ്പോൾ ഈ ഓസോൺ ഡിസ്ട്രോയിങ് കെമിക്കൽസ് വന്ന് ഓസോണിനെ നശിപ്പിക്കുമ്പോഴാണ് ആ ഓസോൺ ലെയർ ഡിപ്ലീറ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ തിന്നാവുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. Chlorofluorocarbons, right? Chlorofluorocarbons like chlorine, bromine atoms, etc. അവർ എന്താ ചെയ്യുന്നത്? ഈ നമ്മളെ സൺലൈറ്റ് ഉണ്ടല്ലോ, ഈ സൺലൈറ്റ് ക്ലോറോഫ്ലൂറോകാർബൺസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തു. സൺലൈറ്റ് ക്ലോറോഫ്ലൂറോകാർബൺസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താക്കും? ക്ലോറിൻ ആറ്റംസും ബ്രോമിൻ ആറ്റംസും പ്രൊഡ്യൂസ് ചെയ്യും.
ക്ലോറിൻ ആറ്റംസും ബ്രോമിൻ ആറ്റംസും പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ക്ലോറിൻ ഇസ് റിലീസ്. ഈ ക്ലോറിൻ ആറ്റമും ബ്രോമിൻ ആറ്റംസും എന്ത് ചെയ്യും? നമ്മൾ ഓസോൺ ലെയറിലെ ഓസോൺസിനെ ഡിസ്ട്രോയ് ചെയ്യും. ഓസോൺ മോളിക്യൂൾസിനെ ഡിസ്ട്രോയ് ചെയ്യും, വിച്ച് കോസസ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഓർ ഓസോൺ ബിക്കംസ് തിൻ. അപ്പോൾ മേജർ കോസസ് എന്താ? ക്ലോറോഫ്ലൂറോ കാർബൺ തന്നെ. ഈ ക്ലോറോഫ്ലൂറോ കാർബൺ വരുന്നതുകൊണ്ടല്ലേ യു വി റേഡിയേഷൻ അല്ലെങ്കിൽ സൺലൈറ്റിലുള്ള യു വി റേഡിയേഷൻ ഇവന്മാരെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ക്ലോറിനും ബ്രോമിനും ഒക്കെ ആക്കുന്നത്. അപ്പം ക്ലോറോഫ്ലൂറൻ കാർബൺസ് എവിടുന്നാണ് വരുന്നത്? പഴയ റെഫ്രിജറേറ്റേഴ്സ്, AC, എയറോസ്പോൾ സ്പ്രേയിൽ നിന്നൊക്കെ ക്ലോറോഫ്ലൂറോ കാർബൺസ് എമർജ് ചെയ്യും. പിന്നെ ഹാലൻസ്, ദാറ്റ് ഇസ് ഫ്രം ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്. മീഥൈൽ ബ്രോമൈഡ്, അതിന് ബ്രോമിൻ ഉണ്ടല്ലേ പെസ്റ്റിസൈഡ്സിൽ. നൈട്രജൻ ഓക്സൈഡ്സ് വിച്ച് കംസ് ഫ്രം എയർക്രാഫ്റ്റ് എമിഷൻസ്. എയർക്രാഫ്റ്റ് നമ്മളെ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ അടുത്തായിട്ടാണ് ഓടുന്നത്. അപ്പം എയർക്രാഫ്റ്റിൻ്റെ എമിഷൻ ഇറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ഹ്യൂജ് ഇൻ ടു ദിസ് ക്ലോറോഫ്ലൂറോ കാർബൺസ് എമിഷൻ അല്ലെങ്കിൽ ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഫ്രിയോൺ ഗ്യാസസ് ലൈക്ക് കൂളൻസ്. ഫ്രിയോൺ ഗ്യാസസ് കൂളൻ്റ് എന്നാണ് വരുന്നത് കേട്ടോ. സോറി. എഫക്ട്സ് ഓഫ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്താൽ യു വി റേഡിയേഷൻ അകത്തോട്ട് കയറാൻ എളുപ്പം. അപ്പോൾ യു വി റേഡിയേഷൻ്റെ എഫക്റ്റ് അങ്ങ് പറയാം, എഫക്റ്റ് പറഞ്ഞാൽ മതി. ഇറ്റ് ഇൻക്രീസസ് സ്കിൻ ക്യാൻസർ ആൻഡ് കാറ്ററാക്ട്സ്. ഇറ്റ് ഡാമേജസ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. റേഡിയേഷൻ ഡാമേജസ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. ഇറ്റ് റെഡ്യൂസസ് ദ പ്ലാന്റ് ഗ്രോത്ത് അല്ലേ. മെറൈൻ ഇക്കോസിസ്റ്റം ഡാമേജ്ഡ് ഡ്യൂ ടു യു വി ആൻഡ് ഹയർ ഗ്ലോബൽ വാർമിംഗ് വരും. യെസ്, യു വി റേഡിയേഷൻ കൂടുതൽ നമ്മളെ എർത്തിലോട്ട് വന്നാൽ എന്താ സംഭവിക്കുന്നത്? എർത്തിൻ്റെ ഓവറോൾ ടെമ്പറേച്ചർ കൂടും. ഓവറോൾ ടെമ്പറേച്ചർ കൂടിയ ദിസ് ഫിനോമിനൻ ഇസ് നോൺ ആസ് ഗ്ലോബൽ വാർമിംഗ്. ടെമ്പറേച്ചർ കൂടി, ഇത്രേ ഉള്ളൂ. ഇനി എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? CFC അങ്ങ് ബാൻ ചെയ്യുക. മോൺട്രിയൽ പ്രോട്ടോക്കോൾ അത് തന്നെയാണ് ചെയ്തത്. ഈക്കോ ഫ്രണ്ട്ലി കൂളൻസ് ഉപയോഗിക്കാം. ഈ കൂളൻ്റിൽ നിന്നാണല്ലോ നമുക്ക് ഫ്രിയോൺ ഗ്യാസസ് വരുന്നത്. അപ്പോൾ ഈക്കോ ഫ്രണ്ട്ലി കൂളൻസ് ഉപയോഗിച്ചാൽ ഫ്രിയോൺ ഗ്യാസസ് ഇല്ലാത്ത കൂളൻ്റ് ഉപയോഗിച്ചാൽ മതി. റെഡ്യൂസ് എയറോസോൾ സ്പ്രേസ്. പ്രൊമോട്ട് ഓസോൺ ഫ്രണ്ട്ലി ഇൻഡസ്ട്രീസ്. ഇതൊക്കെ നമുക്ക് ലിങ്ക് ചെയ്ത് പറയാവുന്നേ ഉള്ളൂ കേട്ടോ. 3 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വാട്ട് ഇസ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ? ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഷീൽഡ്സ് ദ എർത്ത് ഫ്രം ഓസോൺ ലെയർ ഷീൽഡ്സ് ദ എർത്ത് ഫ്രം UV rays, but when sunlight breaks down CFCs to produce chlorine and bromine, this chlorine and bromine destroys the ozone molecules which is present in the stratosphere, right? And this causes ozone layer depletion. ഇത്രേ ഉള്ളൂ. ഓക്കെ, ടു പ്രിവെൻറ്റ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ മോൺട്രിയൽ പ്രോട്ടോകോൾ ഇസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, ആൻഡ് ഓസോൺ ലെയർ ഡിപ്ലീറ്റഡ് ആയി എന്താ സംഭവിക്കുക? UV ലെവൽസ് കൂടും, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും, കോസസ് സ്കിൻ ക്യാൻസർ ആൻഡ് കാറ്ററാക്ട്സ്. എഫ്ലുവൻറ്റ് ക്വാളിറ്റി. എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ട്രീറ്റഡ് സിവേജിനെയാണ് എഫ്ലുവൻ്റ് എന്ന് പറയുന്നത്. എഫ്ലുവൻറ്റ് ക്വാളിറ്റി ആൻഡ് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ്. എക്സ്പ്ലെയിൻ വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ എഫ്ലുവൻസ് ആൻഡ് എഫ്ലുവൻറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് എഫ്ലുവൻറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് പറയാം ആദ്യം. വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് എവിടെ നിന്നാണ് വേസ്റ്റ് വാട്ടർ എമർജ് ചെയ്യുന്നത്? ഡൊമസ്റ്റിക് സിവേജ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ സിവേജ് ഉണ്ട്, അഗ്രികൾച്ചർ റൺ ഓഫ് ഉണ്ട്, സ്റ്റോം വാട്ടർ റൺ ഓഫ്. സ്റ്റോം വാട്ടർ റൺ ഓഫ് എന്ന് പറഞ്ഞാൽ സ്റ്റോമിൽ നിന്ന് വരുന്ന റൺ ഓഫ് ഒന്നുമല്ല. നമ്മളെ റെയിൻ വാട്ടർ ദാറ്റ് ഫ്ലോസ് ഓവർ ദ ഗ്രൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് സോക്കിംഗ് ഇൻ ടു ദ സോയിൽ. ഓക്കെ, അതായത് നമ്മളെ റോഡിൽ നിന്നൊക്കെ എല്ലാ വേസ്റ്റ് വാട്ടർ ഇങ്ങനെ പോകുമ്പോൾ റോഡിലെ ഡെബ്രി എല്ലാം എടുത്തുകൊണ്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ആസ് സ്റ്റോം വാട്ടർ റൺ ഓഫ്. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സ്റ്റെപ്സ് മാൻഡേറ്ററി 14 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം എങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? പ്രൈമറി ട്രീറ്റ്മെൻറ്റ് സ്ക്രീനിങ്. ഇറ്റ് റിമൂവ്സ് പ്ലാസ്റ്റിക്സ്, റാഗ്സ് ആൻഡ് ഡെബ്രി. സെഡിമെൻറ്റേഷൻ, അതിനുശേഷം ഇതിനെ സെഡിമെൻറ്റ് ചെയ്യാൻ സമ്മതിക്കും. അപ്പം വലിയ സോളിഡ് പാർട്ടിക്കിൾസ് എല്ലാം ഇറ്റ് സെഡിമെൻറ്റ്സ് ഡൗൺ ടു ദ ബോട്ടം, റൈറ്റ്? സസ്പെൻഡഡ് സോളിഡ് സെറ്റിൽ ഡൗൺ ടു ദ ബോട്ടം. പിന്നെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ്? ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തോ ബയോ ആയിട്ടുള്ള എന്തോ ലിവിങ് ഓർഗാനിസം എന്തോ ബന്ധപ്പെട്ടിട്ടുണ്ട്, റൈറ്റ്? മൈക്രോ ഓർഗാനിസംസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ മൈക്രോ ഓർഗാനിസംസ് ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ഓൺ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ഓൺ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഓക്സിജന് വേണ്ടിയിട്ട് ആരാ ഉള്ളത്? എയറേഷൻ ടാങ്ക്സ് ഇസ് പ്രൊവൈഡഡ്. ഓക്കെ, ആൻഡ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഇസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസംസ് ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പം ഓക്സിജൻ ഈസ് ഇൻക്രീസ്, എയർ ഈസ് provided in the aeration tanks and activated sludge is produced.
ടെറിഷറി ട്രീറ്റ്മെൻറ്റിൽ ടെറിഷറി ട്രീറ്റ്മെൻറ്റിൽ ഫിൽട്രേഷൻ ഉണ്ട്. സാൻഡ്, കാർബൺ ഫിൽറ്റേഴ്സ് റിമൂവ് ഫൈൻ പാർട്ടിക്കിൾ, ഭയങ്കര സ്മോൾ ഫൈൻ പാർട്ടിക്കിൾ നമുക്ക് കാണാൻ പറ്റാത്തല്ല, ഇറ്റ് ഈസ് റിമൂവ് ത്രൂ സാൻഡ് ഫിൽറ്റേഴ്സ് ആൻഡ് കാർബൺ ഫിൽറ്റേഴ്സ്. ഡിസിൻഫെക്ഷൻ, ക്ലോറിനേഷൻ അല്ലെങ്കിൽ UV റേഡിയേഷൻ കിൽസ് ദ പാത്തജൻസ്, ഇനിയും ഉള്ള പാത്തജൻസിനെ. പിന്നെ അവസാനം ന്യൂട്രിയൻ റിമൂവൽ, നൈട്രജനും ഫോസ്ഫറസും എല്ലാം റിമൂവ് ചെയ്യുക. എന്തിനാ നൈട്രജൻ ഫോസ്ഫറസ് എല്ലാം ന്യൂട്രിയൻ്റ്, പിന്നെ എന്തിനാണ് റിമൂവ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നൈട്രജനും ഫോസ്ഫറസും നമ്മുടെ വാട്ടർ ബോഡിയിൽ കയറിയാൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് കോസസ് ആൽഗൽ ഗ്രോത്ത്. ആൽഗൽ ഗ്രോത്ത് ചെയ്താൽ ആൽഗിൽ ഉള്ള എല്ലാ ഡിസോൾവ് ഓക്സിജൻ വലിച്ചുകൊണ്ട് പോകും. പിന്നെ ഡിസോൾവ് ഓക്സിജൻ മറൈൻ ലൈഫിന് കിട്ടത്തില്ല. മനസ്സിലായോ? ഇനി സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡൈജഷൻ മൈക്രോബ്സ് ബ്രേക്ക് ഡൗൺ സ്ലഡ്ജ്. അവസാനം സ്ലഡ്ജ് ഫോർമേഷൻ കിട്ടി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് സ്ലഡ്ജായി, സിവേജ് സ്ലഡ്ജ് ആയപ്പം ഈ സ്ലഡ്ജിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും മൈക്രോബ്സ്. എന്തിന്? ഫോർ ലെസ് വോളിയം, ട്രാൻസ്പോർട്ടേഷൻ ഹാൻഡ്ലിങ്ങിനെല്ലാം വോളിയം കുറയ്ക്കണം. പിന്നെ സേഫറാണ്, ബയോഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും ഈ സ്ലഡ്ജിൽ നിന്ന്. ബയോഗ്യാസ് ഇസ് യൂസസ് ഫ്യൂൽ അല്ലേ. പിന്നെ ഡീവാട്ടറിങ്, വീണ്ടും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യുക. ആൻഡ് ഡ്രൈയിങ് ഓഫ് സ്ലഡ്ജ്. എഫ്ലുവൻ എന്ന് പറഞ്ഞാൽ ട്രീറ്റഡ് വേസ്റ്റ് വാട്ടറാണ്. അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, 7 മാർക്കിന് ചോദിച്ചാലും തള്ളിവിടാൻ വേണ്ടിയിട്ട്. അപ്പം ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, എഫ്ലുവൻ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പറയാം, എന്നിട്ട് ഞാൻ ഇതിൻ്റെ എല്ലാം മൊത്തത്തിലുള്ള എക്സ്പ്ലനേഷൻ പറയാം. അപ്പോൾ 7 മാർക്കിന് ചോദിച്ചാൽ 8 മാർക്കിന് ചോദിച്ചാൽ എഴുതാനുള്ളതുണ്ട്. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 mg/L. ഓക്കെ. പിന്നെ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് മസ്റ്റ് ബി ലെസ് ദാൻ 250 mg/L. pH level should be between 6.5 and 8.5. TSS must be less than 100 mg/L and toxic metals like lead, mercury must be within safe limits. ഓക്കെ, ഇതെല്ലാം എത്ര ലിമിറ്റ്സ് എത്രയാണെന്ന് പഠിച്ചു നോക്കണം. ഇനി ഇതെല്ലാം നമുക്കൊന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ പറഞ്ഞുതരാം, ഏതാണ്. ഓക്കെ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. എന്താണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? മീനിങ് ഹൗ മച്ച് ഓക്സിജൻ ദ മൈക്രോ ഓർഗാനിസംസ് നീഡ് ടു ബ്രേക്ക് ഡൗൺ ദ ഓർഗാനിക് വേസ്റ്റ് ഇൻ ടു വാട്ടർ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതായത് how much oxygen the microorganisms need to break down the organic waste which is present in the water, that is known as biochemical oxygen demand. ആ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ലെസ് ഓർഗാനിക് വേസ്റ്റ് ആണ് അതിനർത്ഥം ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറവാണെങ്കിൽ അതിനർത്ഥം എന്താ? ലെസ് ഓർഗാനിക് വേസ്റ്റ് എന്നല്ലേ. അപ്പോൾ കുറച്ച് വേസ്റ്റ് മതി ഉള്ളൂവെങ്കിൽ, വാട്ടർ ബോഡീസിൽ കുറച്ച് വേസ്റ്റേ ഉള്ളെങ്കിൽ അതിനർത്ഥം കുറച്ച് ഓക്സിജൻ മതി മൈക്രോ ഓർഗാനിസംസിൽ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് ഡിമാൻഡേ ഉള്ളൂ. അതാ പറഞ്ഞത് ലോവർ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ്, വിച്ച് മീൻസ് ക്ലീനർ വാട്ടറാണ്. ഓക്കെ, ഡിമാൻഡ് കുറവാണെങ്കിൽ അതിനർത്ഥം ആ വാട്ടർ ക്ലീൻ ആണെന്നാണ്. ഓക്കെ, ലെസ് ഓർഗാനിക് വേസ്റ്റ് വിച്ച് മീൻസ് ക്ലീനർ വാട്ടർ. ഇനി കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്താ? ഇറ്റ് ഈസ് ദ measure of how much oxygen is needed to break down chemical pollutants which is present in the water. അപ്പം ഇതും കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത്രയും കെമിക്കൽ ഗ്യാസസ് ഇസ് നോട്ട് പ്രസൻറ്റ്, അത്രയും കെമിക്കൽസ് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ ദ വാട്ടർ. അപ്പോൾ അതിനനുസരിച്ച് ഡിമാൻഡ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറയും. ഓക്കെ, അപ്പോൾ keeping chemical oxygen demand less than 250 mg/L of water means fewer harmful chemicals in the treated wastewater. pH ലെവൽ എന്ന് പറയുമ്പോൾ എന്താ? pH ലെവൽ എന്ന് പറയുന്നത് നമ്മളെ ആസിഡും ബേസും ടെസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. എനിക്ക് തോന്നുന്നു സയൻസിൽ 7ാം ക്ലാസ്സിലോ എന്തോ എല്ലാവരും പഠിച്ചിട്ടുള്ള 0 to 14 ആണ് നമ്മളെ pH ലെവലുള്ള വേരി ചെയ്യുന്നത്. അതിൽ 7 ആണ് അതിൻ്റെ മിഡ്. 0 to 7 ഉള്ള എല്ലാം ആസിഡിക് ആണ്. ഓക്കെ, 7 to 14 pH ലെവലുള്ള എല്ലാം ബേസിക് ആണ്. ഓക്കെ, നമ്മളെ വേസ്റ്റ് വാട്ടർ എപ്പോഴും ഈ ഒരു റേഞ്ചിൽ വേണം, അതായത് 6.5 to 8.5 എന്ന റേഞ്ചിലായിരിക്കും pH. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അസിഡിക് അല്ലെങ്കിൽ ബേസിക് ആണ്. ഇറ്റ് മസ്റ്റ് നോട്ട് ബി ടു അസിഡിക് ഓർ നോട്ട് ടു ബേസിക്. shows if water is acidic, neutral or basic. 6.5 to 8.5 is the safe range. The pH range is safe for fish and plants and prevents corrosion of pipes, right? TSS, total suspend ചെയ്തേക്കുന്ന സോളിഡ്. ഓക്കെ, it is the amount of solid particles such as mud, sand, silt, organic debris floating in the water. How it helps? The total suspended solids less than 100 mg/L means water is clear അല്ലേ, and doesn't harm aquatic life. Toxic metals എന്ന് പറയുമ്പോൾ നമ്മളെ മെർക്കുറി, ലെഡ്, dangerous metals like lead, mercury, cadmium, etc. How it helps? It keeps them within safe limits. Keeping them within safe limits stops poisoning of water, fish and humans. ഇനി
ഇൻഡിവിജ്വൽ റോൾ ഇൻ കൺസേർവിങ് നാച്ചുറൽ റിസോഴ്സസ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഇൻഡിവിജ്വൽസ് റോൾ ഇൻ കൺസേർവിങ് നാച്ചുറൽ റിസോഴ്സസ്? ഇറ്റ് റെഡ്യൂസസ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കൺസംഷൻ. ഇറ്റ് അവോയ്ഡ്സ് പ്ലാസ്റ്റിക് ആൻഡ് എൻകറേജ് റീയൂസ് ആൻഡ് റീസൈക്കിൾ. പിന്നെ എന്താ ഇൻഡിവിജ്വൽസ് റോൾ അതർ എന്ന് പറയുമ്പോൾ യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്, കാർ പൂളിംഗ് ടു റെഡ്യൂസ് പൊല്യൂഷൻ, പ്ലാന്റ്സ് ട്രീസ്, അഫോറസ്റ്റേഷൻ ടു പ്രൊട്ടക്ട് ഗ്രീൻ കവർ ആൻഡ് ഫോളോ ദ 3R പ്രിൻസിപ്പിൾസ് അറ്റ് ഹോം ആൻഡ് വർക്ക് പ്ലേസ്. അപ്പം അങ്ങനെ നമ്മളെ മൊഡ്യൂൾ 4 കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ മൊഡ്യൂളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ഇത് മാത്രം നോക്കിയാൽ മതി, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഗുഡ് ലക്ക് അല്ല, ഓൾ ദി ബെസ്റ്റ്.